PSC പോസിറ്റീവ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. CSEBയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ജൂനിയർ ക്ലർക്ക് എക്സാമിന് 5-6 ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ വരുന്ന സെക്ഷൻസ്, റൂൾസ്, രജിസ്ട്രേഷൻ പ്രൊസീജിയർ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ ഫീസ്, അഫിലിയേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നമുക്കറിയാം 1969 KCS ആക്ടിന് 16 ചാപ്റ്റേഴ്സും അതുപോലെ KCS റൂൾസിന് 15 ചാപ്റ്റേഴ്സും ഉണ്ട്. രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന സെക്കൻഡ് ചാപ്റ്ററിൽ 3 മുതൽ 15 വരെയുള്ള സെക്ഷൻസും 3 മുതൽ 15 വരെയുള്ള റൂൾസുമാണ് ഉൾപ്പെടുന്നത്. ചാപ്റ്റർ 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രിലിമിനറി. 2 സെക്ഷൻസ്, സെക്ഷൻ 1, സെക്ഷൻ 2 ഇതാണ് ഇതിൽ ഉൾപ്പെടുന്നത്. സെക്ഷൻ 1 എന്താണ്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. അതുപോലെ സെക്ഷൻ 2 എല്ലാത്തിൻ്റെയും ഡെഫിനിഷനാണ് പറയുന്നത്. KCS ആക്ടിൻ്റെ ഷോർട്ട് ടൈറ്റിൽ എന്താണ്? കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. എക്സ്റ്റെൻഡ് എൻ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള സംസ്ഥാനം മുഴുവനുമാണ് ഇത് നിലനിൽക്കുന്നത്. കമൻസ്മെൻറ്റ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 15 May 1969. 1969 മെയ് 15 ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. അതുപോലെ റൂൾസ് വെയർ ഫോംഡ് ഓൺ 14 July 1969. 1969 ജൂലൈ 14 KCS റൂൾസ് നിലവിൽ വരുന്നത്. സെക്ഷൻ 2 പറയുന്നത് ഡെഫിനിഷൻസ് ആണ്. സെക്ഷൻ 3 മുതൽ 15 വരെയുള്ള സെക്ഷൻസ് ആണ് ഈ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. സെക്ഷൻ 3 രജിസ്ട്രാറിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 3 ആണ്. രജിസ്ട്രാറിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അത് സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പറയുന്നു. രജിസ്ട്രാറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ P. രജിസ്ട്രാർ ഈസ് എ സോൾ അതോറിറ്റി ടു രജിസ്റ്റർ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള സോൾ അതോറിറ്റി എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്. അതുപോലെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡിങ് അപ്പ് ചെയ്യുന്നതിനും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതും എല്ലാം രജിസ്ട്രാറാണ്. സെക്ഷൻ 4 പറയുന്നത് ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. സൊസൈറ്റിയുടെ ഒബ്ജക്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 4, സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. ഒരു സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് എന്തായിരിക്കണം? പ്രൊമോഷൻ ഓഫ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ്. സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റിയോടുകൂടി രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. അത് സെക്ഷൻ 5 സബ്സെക്ഷൻ 1 പറയുന്നു. സെക്ഷൻ 5 സബ്സെക്ഷൻ 2 പറയുന്നത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൻ്റെ കൂടെ ലിമിറ്റഡ് എന്ന വാക്ക് ചേർക്കണം എന്ന്. ദ വേർഡ് ലിമിറ്റഡ് ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് ഇൻ എനി ഇന്ത്യൻ ലാംഗ്വേജ് ഷാൽ ബി ദ ലാസ്റ്റ് വേർഡ് ഇൻ ദ നെയിം ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ സെക്ഷൻ 5 എന്ന് പറയുന്നത് എന്താണ്? രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് സെക്ഷൻ 6 നമുക്കറിയാം 25 പേര് വേണം ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്നതിന് വേണ്ടി. മിനിമം 25 പേര് വേണം. അത് ഡിഫറെൻറ്റ് ഫാമിലിയിൽ നിന്ന് ഉള്ളവരായിരിക്കണം. ഇങ്ങനെ 25 പേര് കൂടി ഒരു സൊസൈറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ നിന്ന് ഒരു പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി ഉണ്ടാക്കും. ആ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിലെ മിനിമം അംഗങ്ങളുടെ എണ്ണം 3, മാക്സിമം 5. അതിൽ നിന്ന് ഇലക്ട് ചെയ്ത് ഒരു ചീഫ് പ്രൊമോട്ടറെ സെലക്ട് ചെയ്യും. ചീഫ് പ്രൊമോട്ടർ ഒരു പ്രൊപ്പോസ്ഡ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ബൈലോ പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം എല്ലാ ആപ്ലിക്കൻറ്റും സൈൻ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമും ഈ ഡ്രാഫ്റ്റ് ബൈലോയും കൂടി രജിസ്ട്രാർക്ക് രജിസ്ട്രേഷന് വേണ്ടി അയച്ചു കൊടുക്കുന്നു. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഫോം നമ്പർ 1 ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ പ്രൊപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പീസാണ് വെക്കാറ്. ചോദിച്ചിട്ടുള്ളതാണ്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ പ്രൊപ്പോസ്ഡ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ബൈലോയുടെ 3 കോപ്പീസാണ് രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷന് കൊടുക്കേണ്ടത്. അപ്പോൾ സെക്ഷൻ 6 പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 7 രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ പറയുന്നത്. സെക്ഷൻ 7 രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കമ്പൾസറിയാണ്.
അത് രജിസ്ട്രാറുടെ ഒരു ഡിസ്ക്രിഷണറി പവറാണ് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. രജിസ്ട്രാർ മേ എയ്തർ രജിസ്റ്റർ എ സൊസൈറ്റി ഓർ റെഫ്യൂസ് രജിസ്ട്രേഷൻ. ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർക്ക് ഒന്നുകിൽ അത് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇനി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 7 days വിത്ത് റീസൺ ആ ഒരു കൺസേൺ സൊസൈറ്റിയെ അറിയിക്കണം. ഇനി ആ സൊസൈറ്റിക്ക് ഈ റിജക്റ്റ് ചെയ്താൽ അതിനെതിരെ അപ്പീൽ പോകണമെങ്കിൽ 60 ദിവസത്തിനുള്ളിലാണ് അപ്പീൽ കൊടുക്കേണ്ടത്. അത് ഗവൺമെൻറ്റിനോ രജിസ്ട്രാർക്കോ ആണ് അപ്പീൽ കൊടുക്കേണ്ടത്. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 8 Co-operative society registered under this act, the registrar shall issue a certificate of registration signed and sealed by him. രജിസ്ട്രാർ സൈൻ ചെയ്ത് സീൽ ചെയ്ത രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സൊസൈറ്റിക്ക് അയച്ചു കൊടുക്കുന്നു. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മേഡ് ചെയ്യുന്ന ഫോം നമ്പർ 3 ആണ്. ഫോം നമ്പർ 3. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഷാൽ ബി മെയ്ഡ് ഇൻ ഫോം നമ്പർ 3. അങ്ങനെ ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിരിക്കണം. ചീഫ് പ്രൊമോട്ടറാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കേണ്ടത്. അതുപോലെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ആ ഒരു സൊസൈറ്റി അതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും വേണം. 6 മാസം എന്നുള്ളത് രജിസ്ട്രാർക്ക് 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും റിക്വസ്റ്റ് ചെയ്താൽ, മാക്സിമം 1 year. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മേഡ് ചെയ്യുന്ന ഫോം നമ്പർ 3 ആണെന്ന് പറഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3A. അപ്പോൾ സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അടുത്തത് സെക്ഷൻ 9 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി ബോഡീസ് കോർപ്പറേറ്റ്. ആഫ്റ്റർ രജിസ്ട്രേഷൻ എ സൊസൈറ്റി ഷാൾ ഹാവിംഗ് പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ ആൻഡ് വിത്ത് പവർ ടു ഹോൾഡ് പ്രോപ്പർട്ടി എൻ്റർ ഇൻ ടു കോൺട്രാക്ട്സ് ആൻഡ് അതർ ലീഗൽ പ്രൊസീഡിങ്സ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം, അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അധികാരങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 9 പറയുന്നത്. സെക്ഷൻ 10 ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ പേര് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയുന്നത് സെക്ഷൻ 10 അത് ബൈലോ അമെൻഡ് ചെയ്യുന്നതിലൂടെയാണ്. സെക്ഷൻ 10 ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. സെക്ഷൻ 11 ചേഞ്ച് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നത് ബൈലോ അമെൻമെൻറ്റിലൂടെയാണ്. അതിനുവേണ്ടി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആവുകയും വോട്ട് ചെയ്യുകയും വേണം. ഫോർ ചേഞ്ച് ഓഫ് ഇറ്റ്സ് ലയബിലിറ്റി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഷാൽ ബി കൺവീൻഡ്. ദ റെസൊല്യൂഷൻ ഷാൽ ബി പാസ്ഡ് ബൈ 2/3 മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. അപ്പോൾ സെക്ഷൻ 11 ചേഞ്ച് ഓഫ് ലയബിലിറ്റി. സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോ. ബൈലോ അമെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് സെക്ഷൻ 12 അമെൻഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണം, എന്നാൽ മാത്രമേ ആ അമെൻമെൻറ്റ് വാലിഡ് ആവുന്നുള്ളൂ. ബൈലോ അമെൻഡ് ചെയ്യുന്നതിന് നമ്മൾ നേരത്തെ പറഞ്ഞു 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും 3/2 മെജോറിറ്റിയുടെ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കിട്ടുകയും വേണം. The application made to the registrar for registration of amendment shall be signed by the secretary and 2 members of the committee. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്ക് കൊടുക്കുമ്പോൾ സൈൻ ചെയ്യുന്നത് സെക്രട്ടറിയും അതുപോലെ കമ്മിറ്റിയിലെ 2 മെമ്പേഴ്സുമാണ്. സൈൻഡ് ബൈ ദ സെക്രട്ടറി ആൻഡ് 2 members of the committee. സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോ. അടുത്തത് സെക്ഷൻ 13 വെൻ അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് കം ഇൻ ടു ഫോഴ്സ്. അതായത് രജിസ്ട്രേഷന് അമെൻഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു അമെൻമെൻറ്റ് വാലിഡ് ആവുന്നുള്ളൂ എന്ന് പറയുന്നത് സെക്ഷൻ 13 അടുത്തത് സെക്ഷൻ 14 ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അമാൽഗമേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി. Done only by convening a special general body meeting for the purpose, giving 15 clear days notice and passing a resolution by 2/3 majority of the members present and voting. ഒരു സൊസൈറ്റിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്ത് അമാൽഗമേഷൻ്റെയോ ഡിവിഷൻ്റെയോ സമയത്ത് ഈ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആവുകയും വോട്ട് ചെയ്യുകയും വേണം. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുന്നതിന് 15 ദിവസം മുമ്പുള്ള നോട്ടീസ് കൊടുക്കണമെന്നും പറയുന്നു. സെക്ഷൻ 14 നമ്മൾ പറഞ്ഞു അമാൽഗമേഷൻ,
ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി. സെക്ഷൻ 14A പറയുന്നത് പ്രൊവിഷൻ റിഗാർഡിംഗ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇത് 2019 ആക്ട് അമെൻഡ് ചെയ്ത് കൂട്ടിച്ചേർത്ത സെക്ഷനാണ്. എന്താണ് സെക്ഷൻ 14A പറയുന്നത്? പ്രൊവിഷൻ റിഗാർഡിംഗ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സെക്ഷൻ 14AA പറയുന്നത് പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് ഡീൽസ് വിത്ത് സെക്ഷൻ 14AA. സെക്ഷൻ 14Bയിൽ പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 14Bയിലാണ്. അടുത്തത് സെക്ഷൻ 15 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റീസ് ഇൻ സെർട്ടൻ കേസസ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആകുന്ന കേസസ് പറയുന്നത് സെക്ഷൻ 15ലാണ്. The registration of a society whose assets and liabilities in full are transferred to another society shall stand cancelled. ഒരു സൊസൈറ്റിയുടെ അസറ്റും ലയബിലിറ്റിയും ഫുള്ളായി മറ്റൊരു സൊസൈറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്ത സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആവും. 2 or more societies amalgamated, the registration of the amalgamating societies shall be cancelled. 2 സൊസൈറ്റികൾ അല്ലെങ്കിൽ 2ൽ കൂടുതൽ സൊസൈറ്റികൾ അമാൽഗമേറ്റ് ചെയ്യുകയാണെങ്കിൽ അമാൽഗമേറ്റ് ചെയ്ത സൊസൈറ്റികളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്താവും? ക്യാൻസൽ ആവും. When a society is divided, the registration of old society shall be cancelled. ഒരു സൊസൈറ്റി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പഴയ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആവുന്നു. അപ്പം സെക്ഷൻ 15ൽ പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റീസ് ഇൻ സർട്ടൻ കേസസ്. 3 മുതൽ 15 വരെയുള്ള സെക്ഷൻസ് ആണ് രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത് നമ്മൾ പറഞ്ഞു. ഇനി റൂൾസ് നോക്കാം. KCS റൂൾസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിലാണ് സൊസൈറ്റികളുടെ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്. റൂൾ 3 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, റൂൾ 4 രജിസ്ട്രേഷൻ, റൂൾ 4A മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇറിക്കവറബിളി ലോസ്റ്റ്, റൂൾ 5 സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസ്. ഒരു ബൈലോയുടെ സബ്ജക്റ്റ് മാറ്റർ നെയിം, അഡ്രസ്സ്, ഒബ്ജക്റ്റ്, ഏരിയ ഓഫ് ഓപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യുന്നത് ഈ ബൈലോയുടെ സബ്ജക്റ്റ് മാറ്ററിലാണ്. അത് റൂൾ 5ലാണ് പറയുന്നത്. റൂൾ 6 മോഡൽ ബൈലോ. മോഡൽ ബൈലോ പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? രജിസ്ട്രാറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊപ്പോസ്ഡ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ബൈലോ പ്രിപ്പയർ ചെയ്യുന്നത് ചീഫ് പ്രൊമോട്ടറാണ്. റൂൾ 7 പീരീഡ് വിത്തിൻ വിച്ച് സൊസൈറ്റി ഷാൾ കമൻസ് വർക്കിംഗ്. ഒരു സൊസൈറ്റി ആഫ്റ്റർ രജിസ്ട്രേഷൻ എപ്പോഴാണ് അതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് റൂൾ 7ലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വിത്തിൻ 6 months സ്റ്റാർട്ട് ചെയ്യണം ആഫ്റ്റർ രജിസ്ട്രേഷൻ. അതിനുശേഷം റിക്വസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ രജിസ്ട്രാർക്ക് ഒരു 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് റൂൾ 8ലാണ്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് രജിസ്ട്രേഷൻ ശേഷം 3 മാസത്തിനുള്ളിൽ കൺവീൻ ചെയ്യണം. നമ്മൾ നേരത്തെ പഠിച്ചു. അത് കൺവീൻ ചെയ്യേണ്ടത് ചീഫ് പ്രൊമോട്ടറാണ്. റൂൾ 8A ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. റൂൾ 9 പ്രൊസീജിയർ റിഗാർഡിംഗ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ. ബൈലോ അമെൻഡ് ചെയ്യുന്നത് പറയുന്നത് റൂൾ 9ലാണ്. റൂൾ 10 ഒമിറ്റഡ് ബൈ SRO 733/2014. റൂൾ 11 രജിസ്ട്രാർ ടു കീപ്പ് എ റെക്കോർഡ് ഓഫ് നെയിംസ്, അഡ്രസ് ആൻഡ് ബൈലോസ് ഓഫ് സൊസൈറ്റി. രജിസ്ട്രാർ ടു കീപ്പ് എ റെക്കോർഡ് ഓഫ് നെയിംസ്, അഡ്രസ് ആൻഡ് ബൈലോസ് ഓഫ് സൊസൈറ്റി. റൂൾ 12 പ്രൊസീജിയർ റിഗാർഡിംഗ് ചേഞ്ച് ഓഫ് ലയബിലിറ്റി. റൂൾ 13 അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റി. റൂൾ 14 ഒമിറ്റഡ് ബൈ SRO 733/2014. റൂൾ 15 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്സ്. റൂൾ 15 സൊസൈറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുന്നു. റൂൾ 15 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് രജിസ്ട്രാറാണ്. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻസും റൂൾസും ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് രജിസ്ട്രേഷൻ ഫീ നോക്കാം. ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചാണ് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ടത്. വിത്തിൻ 1 താലൂക്കാണ് ഒരു സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല വരുന്നതെങ്കിൽ 2000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഒരു താലൂക്കിനുള്ളിലാണ് എങ്കിൽ 2000 രൂപ. ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിനേക്കാളും കൂടുതലുണ്ട്, എന്നാൽ ഒരു ജില്ലയ്ക്ക് ഉള്ളിലുമാണ് എങ്കിൽ 4000 രൂപയാണ്
രജിസ്ട്രേഷൻ ഫീസ്. എ താലൂക്ക് ആൻഡ് എബവ് ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ് ആണ് എങ്കിൽ 4000 റുപ്പീസ്. ഒരു ജില്ലയാണ് പ്രവർത്തന മേഖല വരുന്നതെങ്കിൽ, ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ഡിസ്ട്രിക്റ്റ് ഫുള്ള് ആണ് എങ്കിൽ 5000 റുപ്പീസാണ് രജിസ്ട്രേഷൻ ഫീസ്. ഒരു ജില്ലയ്ക്ക് മുകളിലാണെങ്കിൽ, ഒരു ജില്ലേനേക്കാളും കൂടുതലുണ്ട് എങ്കിൽ 10,000 റുപ്പീസ്. സ്കൂൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ടത് 100 രൂപയാണ്. ഇനി SC/ST സൊസൈറ്റീസ്, വുമൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, വനിതാ സഹകരണ സൊസൈറ്റികളൊക്കെ ആണ് എങ്കിൽ 500 റുപ്പീസാണ് രജിസ്ട്രേഷൻ ഫീസ്. ഇനി ബൈലോ അമെൻമെൻറ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത് SC/ST സൊസൈറ്റീസിനും സ്കൂൾ സൊസൈറ്റീസിനും വുമൺ സൊസൈറ്റീസിനും 50 രൂപയാണ് ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ഫീസ്. മറ്റ് എല്ലാ സൊസൈറ്റികൾക്കും 500 റുപ്പീസ്. എല്ലാ സൊസൈറ്റികൾക്കും 500 രൂപയാണ് ബൈലോ അമെൻഡ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ഫീസ്. ഏതൊക്കെ ഒഴികെ? SC/ST സൊസൈറ്റീസും സ്കൂൾ സൊസൈറ്റീസും വുമൺ സൊസൈറ്റീസും ഒഴികെയുള്ള മറ്റെല്ലാ സൊസൈറ്റീസിനും 500 രൂപ. ഈ 3 സൊസൈറ്റികൾക്ക് 50 രൂപ. ഇതാണ് ബൈലോ അമെൻഡ് ചെയ്യുന്നതിന് കൊടുക്കേണ്ട ഫീസ്. അടുത്തത് അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. സെക്ഷൻ 8 നമ്മൾ നേരത്തെ പറഞ്ഞു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. സെക്ഷൻ 8A പറയുന്നത് അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. ഓരോ സൊസൈറ്റിയും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയിലേക്കും സെൻട്രൽ സൊസൈറ്റി അപ്പെക്സ് സൊസൈറ്റിയിലേക്കും അഫിലിയേറ്റ് ചെയ്യണം. ഇത് പറയുന്നത് സെക്ഷൻ 8A റൂൾ 16E സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനിലേക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അഫിലിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് സെക്ഷൻ 90 അതുപോലെ റൂൾ 148 പറയുന്നുണ്ട്. അതും ഇത് മാറിപ്പോവരുത്. റൂൾ 148 അതുപോലെ സെക്ഷൻ 90 പറയുന്നത് അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനാണ്. സെക്ഷൻ 8A റൂൾ 16E പറയുന്നത് അപ്പെക്സ് സൊസൈറ്റിയിലേക്കുള്ള അഫിലിയേഷനാണ്. പ്രൈമറി സൊസൈറ്റീസ് സെൻട്രൽ സൊസൈറ്റികളിൽ അഫിലിയേറ്റ് ചെയ്യണം. സെൻട്രൽ സൊസൈറ്റി അപ്പെക്സ് സൊസൈറ്റിയിൽ തൊട്ട് മുകളിലുള്ള സൊസൈറ്റിയിൽ അഫിലിയേറ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ഷാൽ ബി മെയ്ഡ് ഇൻ ഫോം നമ്പർ 31. അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 31 From the date of receipt of application for affiliation, it shall be disposed by the Apex or Central Society within 60 days. ഒരു അഫിലിയേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ സൊസൈറ്റി ആയാലും അപ്പെക്സ് സൊസൈറ്റി ആയാലും 60 ദിവസത്തിനുള്ളിൽ അതിനൊരു തീരുമാനമെടുക്കണം. ഇനി 60 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനവും ഇല്ല എങ്കിൽ, അക്സെപ്റ്റും ചെയ്തില്ല റിജക്റ്റും ചെയ്തില്ല, ഒരു തീരുമാനവും കിട്ടിയിട്ടില്ല എങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത സൊസൈറ്റിക്ക് അഫിലിയേഷൻ കിട്ടി എന്നാണ് കരുതേണ്ടത്. അഫിലിയേഷൻ ഡീംഡ് ടു ഹാവ് ബീൻ ഗിവൺ ഇഫ് 60 days എക്സ്പയേഴ്സ്. ഇനി when an apex or central society reject an application for affiliation, the concerned society shall file an appeal before registrar within a period of 30 days. ഇനി അപ്പെക്സ് സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റിയോ അഫിലിയേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണ് എങ്കിൽ കൺസേൺ സൊസൈറ്റിക്ക് അപ്പീൽ കൊടുക്കാം രജിസ്ട്രാർക്ക് വിത്തിൻ 30 days. 30 days റിജക്ഷൻ ഓർഡർ കിട്ടി 30 days രജിസ്ട്രാർക്ക് അപ്പീൽ കൊടുക്കാം. The registrar shall dispose the appeal within 60 days from the date of appeal. രജിസ്ട്രാർ അപ്പീൽ കിട്ടിക്കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ അതിന് ഒരു തീരുമാനം എടുക്കണം. ഇവിടെ 3 ഡേറ്റുകൾ പറഞ്ഞു, 60, 30, 60. ഒന്നും കൂടി നോക്കാം. From the date of receipt of application for affiliation, it shall be disposed by the Apex or Central Society within 60 days. അഫിലിയേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ സൊസൈറ്റി ആയാലും അപ്പെക്സ് സൊസൈറ്റി ആയാലും 60 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണം. When an Apex or Central Society reject an application for affiliation, the concerned society shall file an appeal before registrar within a period of 30 days. ഇനി ആപ്ലിക്കേഷൻ നിരസിക്കുകയാണ് എങ്കിൽ ആ റിജക്ഷനെതിരെ അപ്പീൽ കൊടുക്കാം വിത്തിൻ 30 days ഓഫ് റിജക്ഷൻ. ഇനി രജിസ്ട്രാർക്ക് അപ്പീലിനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ അത് 60 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കും. CSEB എക്സാമുകൾക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. കാരണം ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചതായി കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്